തന്നെയാണ്. അതിന് യാതൊരു സംശയവും വേണ്ട. മനുഷ്യൻ അതിന് എന്ത് ന്യായീകരണം ആര് നൽകിയാലും അംഗീകരിക്കാൻ നമ്മൾ തയ്യാറല്ല. ഭക്ഷണ പദാർത്ഥങ്ങൾ തന്നെയാണ്. നമുക്ക് ശുദ്ധമായ ഭക്ഷണ പദാർത്ഥങ്ങൾ വിതരണം ചെയ്യുവാൻ നമുക്ക് കഴിയുന്നില്ല. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നമ്മൾ വാങ്ങിക്കുന്ന മത്സ്യമായാലും മാംസമായാലും ഇറച്ചിക്കോഴി ആയാലും പച്ചക്കറി ആയാലും ഫ്രൂട്ട്സ് ആയാലും ഗ്രോസറി ഐറ്റംസ് ആയാലും അരി ആയാലും എല്ലാം ഇത് തന്നെ. കഴിഞ്ഞ ഒരു ദിവസം നടന്ന ഒരു സംഭവമാണ്. കമ്പനിയുടെ പേര് പറയുന്നത് ചുമന്ന അരി വാങ്ങിച്ചുകൊണ്ട് പോയി വീട്ടിൽ ചെന്നിട്ട് കഴിയുമ്പോൾ അത് വെള്ളരിയായി. എത്രമാത്രം അപകടകരമായ ഒരു അവസ്ഥയാണ്. എത്രമാത്രം അപകടകരമായ ഒരു അവസ്ഥയാണ്. റേഷൻ കടയിൽ അല്ലാതെ ഒരു കടയിൽ നിന്ന് ചുമന്നരി വാങ്ങിച്ചുകൊണ്ട് പോയി അത് ചോറുണ്ടാക്കുന്നതിന് മുമ്പ് കഴിയും നോക്കിയപ്പോ അത് വെള്ളരിയായി. എന്ത് കൃത്രിമം എന്ത് കൃത്രിമം മനുഷ്യൻ ചെയ്യാൻ കഴിയും? എല്ലാത്തിനകത്തും ഇറച്ചി കോഴി എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ വാങ്ങി കഴിക്കുന്ന ഈ ഇറച്ചി കോഴി എന്ന് പറയുന്നത് അത് ശരിക്കും വളർന്നു വന്ന ഒരു കോഴിയല്ല. നമ്മളത് മനസ്സിലാക്കിക്കണോ? അത് ശരിക്കും വളർന്നു വളരേണ്ട രീതിയിൽ വളർന്നു വന്ന ഒരു കോഴിയല്ല നമ്മളത് കണ്ടിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അതല്ല നടന്നൊരു സംഭവമാണ്. അപ്പോഴേ ആ സൂപ്പർ മാർക്കറ്റ് നടത്തുമ്പോഴും നമ്മളിപ്പം ഒരിക്കലും സമൂഹത്തെ ദ്രോഹിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളത് നമുക്കുണ്ട്. കാരണം അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാം ഒരുപാട് ആവശ്യമില്ലാത്ത സാധനങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ ഇതൊന്നും മനുഷ്യന് കഴിക്കാൻ കൊള്ളാവുന്നതല്ല. അപ്പോ ഫുഡ് സേഫ്റ്റി ഇൻസ്പെക്ടർമാര് ഇൻസ്പെക്ഷൻ വന്ന് കടയിൽ ഇൻസ്പെക്ഷൻ വന്നുണ്ടെങ്കിൽ അവര് പറഞ്ഞു ഞങ്ങൾ ഇൻസ്പെക്ട് ചെയ്യും. കാരണം ഇവര് വരുന്നുള്ള അവരെ എങ്ങനെയെങ്കിലുമൊക്കെ സംസാരിച്ച് സോപ്പിട്ട് വിട്ട് കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ ഇവിടെ നമ്മുടെ ഇൻസ്പെക്ഷൻ നടക്കുന്നത്. യഥാർത്ഥ ഒരു ഇൻസ്പെക്ഷൻ ഒന്നും അല്ല ഇവിടെ നടക്കുന്നത്. അത് ഇവിടെ ഞാൻ പറയാം. അപ്പോ അവിടെ വന്ന് അവർ ഇൻസ്പെക്ട് ചെയ്ത് അത് കഴിഞ്ഞ് അവര് ഞാൻ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ല. നമ്മൾ ചെക്ക് ചെയ്യണം, മൊത്തം ചെക്ക് ചെയ്യണം. കാരണം അവര് പറഞ്ഞിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് നമ്മൾ സൂപ്പർ മാർക്കറ്റിന്റെ നിയമപ്രകാരം ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ലൈസൻസ് ഇല്ലാത്ത ഒരു പ്രോഡക്റ്റും നമ്മൾ വിൽക്കാൻ പാടില്ല. ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ലൈസൻസ് ഉള്ള പ്രോഡക്റ്റ് ആണ് നമ്മൾ എല്ലാവരും വിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു പ്രശ്നമില്ല. അവർ വന്ന് എന്ത് ചെയ്താലും അപ്പൊ അവര് വന്നിട്ട് അവര് വളരെ ദേഷ്യപ്പെടും. ഞങ്ങൾ ഈ ഫുഡ് സാമ്പിൾ എടുത്ത് അനാലിസിസിന് വിടാൻ പോവാം. ഒരു അനാലിസിസിന് വിട്ടു. കമ്പനിയുടെ പേര് ഞാൻ പറയുന്നില്ല. അവർ മല്ലിപ്പൊടി എടുത്തു. അപ്പൊ അതിന്റെ ഒരു നിയമമുണ്ട്. അവരങ്ങനെ വന്നാൽ അനാലിസിസിന് എടുക്കുമ്പോൾ 3 പാക്കറ്റ് എടുക്കും. 250 ഗ്രാമിന്റെ 3 പാക്കറ്റ് മല്ലിപ്പൊടി എടുക്കും. ഒരെണ്ണം നമ്മുടെ തരും, ഒരെണ്ണം അവർ റീറ്റെയിൻ ചെയ്യും, ഒരെണ്ണം ലാബിലായിരിക്കും. ഈ 3ലും സീൽഡാണ്. ഈ 3ലും കട നടത്തുന്ന ആളിന്റെയും ഫുഡ് ആൻഡ് സേഫ്റ്റി ഇൻസ്പെക്ടറുടെയും ഒപ്പും സീലും എല്ലാം ഉണ്ടായിരിക്കും. എന്നിട്ട് അവരത് വിട്ടു. അവരുടെ സാമ്പിള് അനാലിസിസിന് വിടുക. ഞാൻ അവര് അനാലിസിന് വിടുവാണ്. ഞങ്ങൾ തീർച്ചയായിട്ടും അനാലിസിസിന് വിട്ടപ്പോൾ അതിൽ നിന്ന് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് 35% അറപ്പുകൂടിയാണ്. 35% അറപ്പുകൂടിയാണ് നമ്മുടെ റിസൾട്ടാണ് അതിൽ വന്നത്. അപ്പൊ ഈ സാധനങ്ങളാണ് നമ്മൾ വാങ്ങിക്കഴിക്കുന്നത്. ഇത് ഒരു സാധനം മാത്രമാണ്. നമ്മുടെ കടയിൽ കുടിക്കാൻ കൊണ്ടുവരുന്ന ഓഫീസുകളിലൊക്കെ വലിയൊരു ഇതിനകത്ത് വെള്ളം കുടിക്കാൻ കൊണ്ടുവരുമല്ലോ, കുടിവെള്ളം. അല്ല, മിനറൽ വാട്ടർ അല്ല, കുടിവെള്ളം എന്ന് പറയുന്നത്. ആ ഒരു സാമ്പിൾ എടുത്ത് പരിശോധിച്ചപ്പോൾ കോളിഫോം ബാക്ടീരിയ കണ്ടു. അപ്പൊ ഈ ഒരു മേഖലയിൽ ഞാൻ പറഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ക്രമാതീതമായി ഇറങ്ങിയിരിക്കുന്ന ഈ മായം ചേർക്കൽ, അല്ലെങ്കിൽ ഭക്ഷണത്തിൽ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി മനുഷ്യനെ കൊല്ലുവാൻ തയ്യാറായിരിക്കുന്ന ഈ ഒരു അവസ്ഥയിലേക്ക് ഏറ്റവും കൂടുതൽ പ്രതികരിക്കാൻ കഴിയുന്നത് നമുക്കാണ്. ജീവനൊക്കെ അസ്വസ്ഥതയാണ് നമ്മളാണ് പ്രതികരിക്കേണ്ടത്. കാരണം ഈ മേഖലയിൽ, നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രവർത്തിക്കണം. അത് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ദുഷ്പ്രവർത്തിക്കെതിരെ ശക്തമായ ഒരു പ്രതിഷേധം ഈവൻ ക്യാൻസർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകണം. അത് സംസ്ഥാനത്ത് ഒരു വലിയൊരു മാറ്റം, നമ്മുടെ സംസ്ഥാനത്ത് ഒരു വലിയൊരു മാറ്റം, അല്ലെങ്കിൽ ഒരു വിപ്ലവകരമായ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയും. നമുക്ക് അതിനുവേണ്ടി ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി സെമിനാറുകളോ ക്ലാസ്സുകളോ അതെല്ലാം നടത്താം. അതിലെല്ലാവരുടെയും പിന്തുണ എന്റെ ഭാഗത്ത് പിന്തുണ വേണമെങ്കിൽ അതിനുണ്ട്. കാരണം ഇത് ഏറ്റവും ആവശ്യകരമായ കാര്യമാണ്. നമുക്ക് ഈ സമൂഹത്തിനോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു നന്മ പ്രവർത്തിയായിരിക്കും. ഒരു ഭക്ഷണം കുറവ് വരുമ്പോൾ ആശ്രയിക്കുന്ന ഉടനെ ഫോണെടുത്ത് എവിടെയെങ്കിലും പിടിക്കും, ഒരു പാക്ക് ചെയ്ത ഭക്ഷണം കൊണ്ടുവരും. ഈ ഒരു അവസ്ഥയാണ് നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ആ ഒരു അവസ്ഥ നമ്മൾ വളരെയേറെ ബോധമുള്ളവരായിരിക്കണം. നമ്മള് ഓരോ സാധനങ്ങൾ വാങ്ങിച്ചു കഴിക്കണം. മീനായാലും ഇറച്ചിയായാലും അല്ലെങ്കിൽ മുട്ടയായാലും ഏറ്റവും മായം കലരാത്ത സാധനങ്ങൾ നമുക്ക് എവിടുന്ന് കിട്ടുമെന്നുള്ളത് നമ്മൾ സമഗ്രമായി നമ്മളോട് പഠിച്ച്, അല്ലെങ്കിൽ ചിന്തിച്ച്, അല്ലെങ്കിൽ വീട്ടിൽ കൃഷി ചെയ്താൽ മതി. കാർഷിക സംസ്കാരം തിരിച്ചു വന്നാൽ നമ്മുടെ ഇപ്പൊ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം കർഷകരാന്ന് പറയുന്ന നാണക്കേടാവുന്ന ഒരു സമൂഹം. ആ ഒരു സമൂഹം, അങ്ങനെ സമൂഹത്തെ വളർത്തിയെടുത്തത് നമ്മളാണ്. സമൂഹത്തിന് അതൊരു വലിയൊരു പ്രശ്നമാണ്. കാർഷിക മേഖല, ഞാനൊരു കർഷകനാണെന്ന് പറയുന്നത് ഒരു അഭിമാനമല്ലേ? അതൊരു അഭിമാനമാണ് നമുക്ക്. കാർഷിക മേഖല സ്വയം പര്യാപ്തമായാൽ
അല്ലെങ്കിൽ കാർഷിക മേഖലയ്ക്ക് വേണ്ടി നമ്മളിവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങൾ അല്ലെ ഇതിനു വേണ്ടി നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെയും തമിഴ്നാടിനെയും ആന്ധ്രാപ്രദേശിനെയൊക്കെ ആശ്രയിക്കുന്ന ഒരു രീതി മാറിയാൽ തന്നെ ഒരു വലിയൊരു മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. കാരണം ക്യാൻസർ ആശുപത്രികൾ വളരുന്നത് നല്ല സൂചനയല്ല, ഈവനിങ് ക്യാൻസർ സൊസൈറ്റി വളരുന്ന ഒരു നല്ല സൂചനയല്ല. അപ്പോൾ ഇതിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏറ്റവും ശക്തമാക്കുവാനുള്ള എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും, അതിന് ഒരു സമഗ്രമായ റിപ്പോർട്ട് തയ്യാറാക്കുവാൻ നമ്മൾ സർക്കാരിനെ സമീപിക്കണം. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സർവേ നടത്തിയത് ഒരു 5-6 വർഷം മുമ്പല്ലേ. 5-6 വർഷം മുമ്പ് നമ്മൾ നടത്തിയ ഒരു സർവേയിലാണ് ഒരു വാർഡിൽ 5-6 ക്യാൻസർ രോഗികളുള്ളത്. പത്തനാപുരം നിയോജക മണ്ഡലത്തിലുള്ള ഓരോ വാർഡിലും 5-6 ക്യാൻസർ രോഗികളുണ്ട്. വളരെ അപകടകരമായ ഒരു സംഖ്യയാണത്. അതായത് ഞങ്ങളുടെയൊക്കെ പ്രായം ഒരു 10-40 വർഷം മുമ്പ് നമ്മൾ നോക്കിയ ഒരു വാർഡിൽ ഒരു പഞ്ചായത്തിൽ ഒന്നോരൊക്കെ ഉള്ളായിരുന്നു. അതാണ് ഇത്രയും അപകടകരമായ രീതിയിലേക്ക് വളർന്നു വരുന്നത്. തീർച്ചയായും നമ്മൾ ഇനി ശ്രദ്ധ ചെലുത്തേണ്ടത് ക്യാൻസർ പ്രതിരോധ പ്രവർത്തനങ്ങളിലേക്കാണ്. അത് നമ്മൾ ശക്തമായി നമ്മൾ ഈ ക്യാൻസറിനെ രോഗികളെ സഹായിക്കുന്നതോടൊപ്പം ക്യാൻസർ പ്രതിരോധ പ്രവർത്തന മേഖലയിൽ നമ്മൾ കൂടുതൽ പ്രവർത്തിക്കുവാൻ നമ്മളെല്ലാം സജ്ജരാകണം. അതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തും. എല്ലാവരും അതിനുള്ള ഒരു പിന്തുണ ചെയ്യുവാൻ തയ്യാറാകണം.